ബ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 150 ആൻസർ റിവീലിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ റിപ്പീറ്റ് ചെയ്യാം. സങ്കീർത്തനങ്ങൾ 119 മുതൽ 122 വരെ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ നിന്നായിരുന്നു ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ശരി ഉത്തരങ്ങൾ റിവീൽ ചെയ്യാണ്. നമുക്ക് നോക്കാട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നത് എന്ത്? ഉത്തരം യഹോവയുടെ വചനം. സങ്കീർത്തനങ്ങൾ 119ന്റെ 89ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കാണാൻ പറ്റുന്നത്. രണ്ടാമത്തെ ചോദ്യം, നേരുള്ളവ എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതിനെ എന്നുള്ളതാണ്, എന്തിനെ എന്നുള്ളതാണ് കേട്ടോ. യഹോവയുടെ വിധികളെ. 119ന്റെ 137ാമത്തെ വാക്യത്തിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പുകയത്ത് വച്ച ഒരു ഉപകരണം. ഉത്തരം തുരുത്തി. സങ്കീർത്തനങ്ങൾ 119ന്റെ 83ാമത്തെ വാക്യത്തിലാണ് ഉത്തരം ഉള്ളത് കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, തമ്മിൽ ഇണക്കിയ നഗരമായി പണിതിരിക്കുന്നത് ഏതിനെ? ഉത്തരം യെരുശലേമിനെ. 122ന്റെ 3 കേട്ടോ. സങ്കീർത്തനങ്ങൾ 122ന്റെ 3. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, കൊരിന്ത്യ സഭയിൽ പ്രസംഗിച്ചത് ആരെല്ലാം? ഉത്തരം പൗലോസ്, സിൽവാനോസ്, തിമത്യോസ്. 2 കൊരിന്ത്യർ 1:19 ഈ ഉത്തരം ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ആൻസേഴ്സും ആയിരുന്നു കേട്ടോ. അപ്പൊ എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം കിട്ടിയിട്ടുണ്ടാവും കരുതുന്നു. ഇനി എങ്ങാനും ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും വിഷമിക്കേണ്ട, അടുത്ത പോർഷൻസ് പറഞ്ഞുതരാം, നന്നായിട്ട് പഠിച്ചോളൂ. സങ്കീർത്തനങ്ങൾ 123 മുതൽ 126 വരെ 2 കൊരിന്ത്യർ 2-ാം അധ്യായം നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക കേട്ടോ. അപ്പൊ എല്ലാവരും വായിച്ച് റെഡി ആയിട്ടിരുന്നോളൂ. അടുത്ത എപ്പിസോഡിൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, it's me Angel signing off. Bye and take care.